നമസ്കാരം. ഉറക്കമെണീറ്റ് നാളെ നേരം വെളുക്കുമ്പോൾ നമ്മൾ മുറിക്ക് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുറിയുടെ വാതിൽക്കൽ നമ്മുടെ അതേ രൂപത്തിലുള്ള, നമ്മുടെ അതേ ശബ്ദത്തിലുള്ള, നമ്മുടെ അതേ വസ്ത്രധാരണത്തിലുള്ള ഒരാൾ നിന്നാൽ നമ്മൾ എന്തു ചെയ്യും? ഭയന്ന് നിലവിളിക്കും. സംശയമുണ്ടോ? നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ ശബ്ദത്തിൽ മറുപടി പറയുന്നു. ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് തിരിച്ച് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മുടെ കസേരയിൽ നമ്മുടെ അതേ രൂപമുള്ള, നമ്മുടെ അതേ ഭാവമുള്ള, നമ്മുടെ അതേ ശബ്ദമുള്ള ഒരാളിരിക്കുന്നു. നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണെന്ന്. വഴിയെ നടന്നു പോകുമ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടാൽ നമ്മുടെ ശബ്ദം, നമ്മുടെ രൂപം, നമ്മുടെ വസ്ത്രധാരണം, അവർ നമ്മളാണെന്ന് കരുതി അവരോട് ആരൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കും? ഇതൊക്കെ അസംഭവ്യം എന്നായിരിക്കും നമ്മൾ കരുതുന്നത്. എന്നാൽ ഇത് സംഭവിക്കില്ല എന്ന് എങ്ങനെ തീർത്തു പറയാൻ കഴിയും? സാങ്കേതിക വിദ്യ ഒരുപാട് മാറുകയാണ്. ലോകം ഒരുപാട് മാറുകയാണ്. ക്ലോണിംഗ് ടെക്നോളജിയും ഒരുപക്ഷെ ഈ മാറ്റത്തിന് അനുസൃതമായി വളർന്നെന്ന് വരാം. എന്ന് വെച്ചാൽ ഒരാളെ അതേപോലെ തന്നെ ക്ലോൺ ചെയ്ത് മറ്റൊരാളായി സൃഷ്ടിക്കാൻ കഴിയുന്ന സാഹചര്യം. നമ്മുടെ കൃത്യമായ ഫോട്ടോ കോപ്പി എടുത്ത് നമ്മളല്ലാതെ മറ്റൊരാൾ ജനിക്കുന്ന സാഹചര്യം. അത്തരമൊരു സാധ്യത ആരായുകയാണ് ഹലോ മറുനാടൻ ചാപ്റ്റർ 3. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ അറിയാം, മറുനാടൻ TV എന്ന നമ്മുടെ ആ പഴയ ചാനൽ അത് കഴിഞ്ഞ് കുറേ കാലമായി നിർമ്മിതി ബുദ്ധിയുടെ സാധ്യതകൾ അന്വേഷിക്കുന്ന തിരക്കിലാണ്. ഒരുപാട് ചെറിയ റീൽസുകൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നിർമ്മിതി ബുദ്ധിയുടെ സഹായത്താലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു. ഒപ്പം തന്നെ ഹലോ മറുനാടൻ എന്ന് പറയുന്ന ഒരു സീരിയൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന് 3ാമത്തെ എപ്പിസോഡ്, 3ാമത്തെ ചാപ്റ്റർ ഏതാണ്ട് 26 മിനിറ്റ് നീണ്ടത് പുതുതായി അപ്ലോഡ് ചെയ്തിട്ട് ഒരാഴ്ച പിന്നിട്ടു. അതിലന്വേഷിക്കുന്നത് 50 വർഷം കഴിയുമ്പോൾ ക്ലോണിംഗ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമുക്ക് അപരൻ ജനിക്കുകയും അവർ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യുന്നതായി മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ചാണ്. ഒരു ബാങ്ക് കൊള്ളയുടെ പശ്ചാത്തലത്തിലാണ് കഥ മുമ്പോട്ട് പോകുന്നത്. ആ ബാങ്ക് കൊള്ളയിൽ പങ്കെടുത്ത നിരവധി പേരുണ്ട്. അവരിൽ ഒരാൾ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ ഡ്യൂട്ടിയിലുള്ള സമയത്ത് തന്നെ ബാങ്ക് കൊള്ളക്കേസിലെ പ്രതിയാകുന്നു. അന്വേഷണത്തിൽ ഈ ഡോക്ടർ തന്നെയാണ് കൊള്ള സങ്കേതത്തിൽ ഉള്ളയാൾ എന്ന് പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിരപരാധികളായ ചിലരൊക്കെ പ്രതികളാവുന്ന ഒരു കൊള്ള. ആ കൊള്ളയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് ഹലോ മറുനാടൻ ചാപ്റ്റർ 3യിൽ. നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഈ അപൂർവ കലാവിരുന്നിൻ്റെ പ്രത്യേകത ഇതിന് ദൃശ്യഭംഗി തന്നെയാണ്. ഒരു ഹോളിവുഡ് സിനിമയെ മറികടക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യ പ്രയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പലരും കരുതുന്നത് നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടെ വളരെ എളുപ്പത്തിൽ ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കാമെന്നാണ്. അത് തെറ്റിദ്ധാരണയാണ്. വളരെ ചെറിയ റീൽസുകളും മറ്റുമൊക്കെ നമ്മൾ അങ്ങോട്ട് പ്രോംപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തനിയെ രൂപപ്പെട്ടെന്ന് വരാം. അതിന് മുഖ്യമന്ത്രിയുടെയോ പ്രതിപക്ഷ നേതാവിൻ്റെയോ സിനിമാക്കാരുടെയോ ഒക്കെ മുഖച്ഛായ ഉണ്ടായെന്ന് വരാം. എന്നാൽ കൃത്യമായി തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല. മാസങ്ങളോളം നീണ്ടുനിന്ന പ്രയത്നത്തിൻ്റെ ഫലമായി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇതിന് രൂപം കൊടുത്തിരിക്കുന്നത്. ലോകത്ത് തന്നെ ഇത്രയും കൃത്യതയോടുകൂടി AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ് സീരീസ് ഉണ്ടാക്കിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അത്ര കൃത്യതയോടെയാണ് ഈ ദൃശ്യഭംഗി ഒപ്പിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ് ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. അശ്വിൻ കോക്ക് ഇതേക്കുറിച്ച് ഒന്ന് വിലയിരുത്തി സംസാരിച്ചിരുന്നെങ്കിലെന്ന്. മലയാള സിനിമയെ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനിയാണ് അശ്വിൻ കോക്ക് എന്നറിയാം. അശ്വിൻ കോക്കിനെ പോലൊരാൾ ഇത് കാണുകയും കണ്ട് വിലയിരുത്തുകയും ചെയ്താൽ അതിനേക്കാൾ വലിയൊരു അവാർഡ് കിട്ടാനില്ല എന്നാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ടീം പറഞ്ഞത്. എന്തായാലും ഹലോ മറുനാടൻ ചാപ്റ്റർ 3യുടെ ബാങ്ക് കൊള്ള എപ്പിസോഡ്, 3ാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. മറുനാടിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിനെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ പേജിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സമയമെടുത്തത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതാണ്ട് 26 മിനിറ്റ് ഉണ്ടാവും. കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം നിങ്ങളുടേതായ ഇടങ്ങളിലൊക്കെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. മറുനാടൻ TVയെ നിർമ്മിതി ബുദ്ധിയുടെ കാലത്തെ ഏറ്റവും പുതിയ മാധ്യമ സ്ഥാപനമാക്കി മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അപ്പോൾ തന്നെ അവതരിപ്പിക്കുന്ന അടക്കമുള്ള പരിഷ്കാരങ്ങൾ പിന്നീട് ഞങ്ങൾ നടപ്പിലാക്കുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ദയവായി ഇത് കാണണമെന്നും നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കണമെന്നും ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിക്കുന്നു. ഇതിലെ വളരെ കുറച്ച് ഭാഗങ്ങൾ ഈ വീഡിയോയ്ക്കൊപ്പം കാണിക്കുന്നുണ്ട്. മുഴുവൻ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ബ്രേക്കിംഗ് ന്യൂസ്. കേരള സെൻട്രൽ ബാങ്കിൽ കഴിഞ്ഞ അർദ്ധരാത്രിയിൽ കോടികളുടെ റോബറി. CCTV വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്.
രാഘവ് മേനൻ, കേരള സെൻട്രൽ ബാങ്ക് റോബറി കേസിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ്. സർ, ഞാനിപ്പോ ന്യൂസ് കണ്ടു. എനിക്കൊന്നും അറിയില്ല. ദിസ് ഇസ് സം മിസ്റ്റേക്ക്. മിസ്റ്റർ രാഘവ്, CCTV ഫുട്ടേജ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒരു ഡ്രാമയ്ക്ക് ഞങ്ങൾക്ക് ടൈമില്ല. പ്ലീസ് കോപ്പറേറ്റ്. ആക്ച്വലി എന്തൊക്കെയാ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റോബറി കേസ് പോലും. ഇതൊരു ഫേക്ക് കേസാണ്. ഞാൻ ഇന്നലെ നൈറ്റ് കിച്ചണിലായിരുന്നു. എനിക്ക് ഇന്നലെ കാഷ്വാലിറ്റിയിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് CCTVയിലുള്ളത് ഞാനാവുന്നത്? ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണ്. ഐ വുഡ് നെവർ ഡു ദിസ്. എനിക്ക് നിങ്ങളെ ആരെ അറിയില്ല. എന്താ നടക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ദിസ് ഡസന്റ് മേക്ക് സെൻസ്. ഫേഷ്യൽ മാച്ച് കാണിക്കുന്നത് സിസ്റ്റം എറർ ആവാൻ ചാൻസ് ഇല്ലേ? സിസ്റ്റം എറർ ഇത്ര പെർഫെക്റ്റ് ആകില്ല. സർ, ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്ന് എത്ര തവണ പറഞ്ഞു? അല്ലെങ്കിൽ പിന്നെ ഇതാരാ? ഫേസ് റെക്കഗ്നിഷൻ 99.4% മാച്ച് ആണ്. വോയിസ് മാച്ച് 98%. ഹൈറ്റ് ആൻഡ് ബോഡി സ്കാൻ കംപ്ലീറ്റ്ലി മാച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഭിനയമൊക്കെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ മതി. ഡു യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ക്രിമിനൽസ്? നൗ ആൻസർ മീ. 97, 98, 99. നിങ്ങൾ പറയുന്നു ഇതൊരു സക്സസ്ഫുൾ ക്ലോണിംഗ് ആണെന്ന്. But I cannot see success here. സർ, നമ്മൾ എല്ലാ ഏരിയയും ആവറേജ് 98% ക്ലോണിംഗ് ആക്യുറസി റീച്ച് ആയിട്ടുണ്ട്. സ്ലൈറ്റ് ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ പബ്ലിക് ലെവൽ ആരും ഡിറ്റക്ട് ചെയ്യില്ല. നിന്റെ കളി കഴിഞ്ഞു മറുനാടൻ. ഇനി നീയും ഞങ്ങളും മാത്രം. താങ്ക് യു ഗൈസ്. ദാറ്റ് വാസ് സം വണ്ടർഫുൾ ആക്ഷൻ. ചീഫ് മിനിസ്റ്റർ മുതൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് വരെ അവരുടെ പെർഫെക്റ്റ് കോപ്പീസ് നമ്മുടെ കൺട്രോൾ വേണം. കേരളം ഞാൻ ഭരിക്കും. കേരള സെൻട്രൽ ബാങ്കിൽ കഴിഞ്ഞ അർദ്ധരാത്രിയിൽ കോടികളുടെ റോബറി. ഡാഡി തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ? ഇനി നിങ്ങൾ ആരും പുറം ലോകം കാണില്ല. ആരാണ് എല്ലാം പ്ലാൻ ചെയ്തത്? Who is that? ആരും കണ്ടെത്തിയില്ലെങ്കിലും നീ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാം. ഇതിന്റെ പിന്നിലുള്ള ദുഷ്ടശക്തികൾ ആരായാലും ഐ എം കമ്മിങ് ഫോർ യു. എത്ര ഹൈഡാക്കി വെച്ചാലും മറുനാടൻ അൺലോക്ക് ചെയ്യാൻ പറ്റാത്ത എൻട്രൻസ് ഉണ്ടോ മോനെ? തീർക്കവനെ. വാനത്തിൽ നിന്നും നീതിമാനെ ലോകം കാത്തിരിക്കയാണിതാ. വാനത്തിൽ നിന്നും നീതിമാൻ